ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ വീഡിയോ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാട്ടോ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് ഫസ്റ്റ് ഞങ്ങൾ പോണത് ആനപ്പന്തിക്കാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാന്. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇച്ചിരി പാടിലാണ് കേട്ടോ. അത്രയ്ക്ക് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റിയിട്ടോ. കുഞ്ഞു കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 20 രൂപയാണ് വരണത്. അതുകൊണ്ട് ഞങ്ങൾ 20 രൂപയുടെ ടിക്കറ്റ് എടുത്തു. പിന്നെ ക്യാമറ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 25 രൂപ എക്സ്ട്രാ പേ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ആനപ്പന്തിയിൽ കയറി. ഒരുപാട് ആനകളുണ്ടായിരുന്നു. ഒരുപാട് കളികളും വികൃതികളൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് ഫാമിലി ആയിട്ട് പോണതാണ് ബെറ്റർ. കാരണം ഫാമിലിക്ക് ഒരു എൻജോയ്മെൻ്റ് ആയിരിക്കും. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണ്. ഗുരുവായൂർ വരുമ്പോൾ എല്ലാവരും ഇവിടെ കയറാത്ത ആൾക്കാർ ഭയങ്കര ചുരുക്കമായിരിക്കും. എന്നിട്ട് ഞങ്ങൾ ഒരുപാട് അവിടെ ഇങ്ങനെ കറങ്ങി നടന്നു കേട്ടോ. ആനാളുടെ ഒരുപാട് വികൃതികൾ നമുക്ക് അവിടെ ചെന്ന് കാണാൻ പറ്റും. നമ്മൾ ഈ പൂരത്തിനും വേലത്തിനും ആനാളുടെ ആ ഒരു എഴുന്നള്ളിപ്പ് ആ കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ ആനപ്പന്തിൽ ചെന്നാലാണ് ആനാളുടെ ആ ഒരു ലൈഫ് എന്താണെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അവർ അത്രയ്ക്ക് ഫ്രീ ആയിട്ടാണ് അവിടെ എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ്. എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെയൊക്കെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ ഗുരുവായൂർക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള ആ സ്ഥലത്തേക്ക് നടക്കുകയാണ്. അങ്ങോട്ട് ചെന്നപ്പോഴോ വണ്ടികൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഞങ്ങൾ വരുമ്പോൾ പാർക്ക് ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തു നേരെ ഗുരുവായൂർക്ക് പോവാണ്. കൃഷ്ണനെ കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. കാരണം ഇപ്പോൾ ഭയങ്കര ക്യൂവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ഗുരുവായൂർ പോവാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. രാവിലെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഭയങ്കര എന്ന് വെച്ചാൽ നന്നായിട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു. എപ്പോഴാണ് ഗുരുവായൂർ എത്തിപ്പെടാമെന്ന് ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അത്യാവശ്യം. ബൈക്കായതുകൊണ്ട് വേഗം എസ്കേപ്പ് ആവാൻ പറ്റി. ഗുരുവായൂർ എത്തി കേട്ടോ. ഗുരുവായൂർ നമുക്ക് അറിയണതാണ്, എല്ലാ ടൈമിലും എല്ലാ സീസണിലും അവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഞങ്ങൾ എന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഒരു പ്ലേസ് പാർക്ക് ചെയ്യുന്ന സ്ഥലം എല്ലാവർക്കും അറിയണ്ടായിരിക്കും. പുതിയതായിട്ട് വന്ന ബിൽഡിങ്ങാണ് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഗുരുവായൂർക്ക് നടക്കുകയാണ്. ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ സ്മെല്ലും കർപ്പൂരത്തിൻ്റെയും പൂവിൻ്റെയും ഈ ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ഈ പൂ വാങ്ങിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഒരു തുളസീൻ്റെ ഉള്ളിൽ ആ ഒരു റെഡ് പൂ വരണത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനൊരു റോസ് പൂ ആദ്യം കാണിച്ച ആ ഒരു പൂ വാങ്ങിച്ചു കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് കയറുകയാണ്. ഇപ്പോൾ ഗുരുവായൂർ കുറച്ച് നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ക്യാമറ യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് അകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കൃഷ്ണൻ്റെ തൊഴുത്തിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാട്ടോ ഈ ഒരു സ്ഥലത്തേക്ക് വരണത്. ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ അലൗഡ് അല്ലല്ലോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അല്ലാതെ പർച്ചേസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. ഞങ്ങൾ കച്ചവടക്കാരൊക്കെയാണ് ഫസ്റ്റ് നോട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ കുറേ എന്താ പറയുക, ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട്. ഈ ഒരു കൃഷ്ണൻ്റെ ഈ ഒരു സംഭവമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനത്തെ ഒക്കെ എനിക്ക് കൃഷ്ണന് ഓൾറെഡി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കാണാമെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സംഭവം ഞാൻ വാങ്ങിച്ചു കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ? നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്ടപ്പെട്ടോ? പിന്നെ കുറേ വിളക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. ഒരുപാട് കീ ചെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സംഭവം ഇല്ലേ, ഇത് ഞങ്ങൾ വീട്ടിലേക്ക് വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഈ ഒരു കീ ചെയിൻ ഞാൻ വാങ്ങിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു രാത്രിയൊക്കെ ആകുമ്പോഴാട്ടോ ഇറങ്ങിയത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.